അമ്മാളുവിൻ്റെ കയ്യിലേക്ക് ആ പൊതി കൊടുത്തുകൊണ്ട് വെള്ളമെല്ലാം തൻ്റെ ദേഹത്തെ തുടച്ചു. കുടയെടുത്ത് പിന്നിലേക്കും വെച്ചു. നല്ല ചൂട് പരിപ്പുവടയും മുരുമുരാന്ന് മുരിഞ്ഞ ഉള്ളിവടയും പഴംപൊരിയും ഒക്കെയായിരുന്നു ആ പൊതിക്കുള്ളിൽ. ഹായ്, അമ്മാളു ഉറക്ക പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടി എടുത്ത് മണത്ത് നോക്കി. ഇതെവിടുന്ന് കിട്ടി? സത്യം പറഞ്ഞാൽ മഴ തുടങ്ങിയപ്പോൾ മുതക്കേ എൻ്റെ ആഗ്രഹമായിരുന്നു വിഷ്ണുവേട്ടാ, നല്ല ചൂട് പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ കട്ടൻ കാപ്പിയും കൂട്ടി കഴിക്കണമെന്ന്. എന്തായാലും അടിപൊളി. അവളൊരു പരിപ്പുവട കയ്യിലേക്കെടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരറ്റം മുറിച്ചെടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വിഷ്ണുവിൻ്റെ നേർക്ക് നീട്ടി. നീ കഴിച്ചോ, എനിക്ക് ഉള്ളിവട മതി. അവൻ ഒരു ഉള്ളിവട കയ്യിലേക്കെടുത്തു. എന്നാൽ അമ്മാളും അതൊന്നും സമ്മതിച്ചില്ല. താൻ പിടിച്ചിരിക്കുന്ന പരിപ്പുവട അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുവാൻ വേണ്ടി വീണ്ടും അവൾ തുനിഞ്ഞു. ഇത് കഴിച്ചിട്ടുള്ളവിടെ നിന്നാൽ മതി. അവളുടെ കയ്യിൽ നിന്നും അത് മേടിച്ച് വിഷ്ണു വായിലേക്കിട്ടു. കലപിലാന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അമ്മാളു. അപ്പോഴേക്കും മഴയുടെ ശക്തി പിന്നെയും കൂടി. ഫോൺ ബെല്ലടിച്ചതും വിഷ്ണു പോക്കറ്റിൽ നിന്നും അതെടുത്ത് നോക്കി. അമ്മയാണ്. ഹലോ അമ്മേ. ആ, ഇവിടെ നല്ല മഴയാണ്. ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുക. ഇല്ലില്ല, വേണി എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അച്ഛൻ്റെ ഒപ്പം വന്നോളാമെന്ന്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നായിരുന്നോ? അവരോടിരുന്ന് പഠിക്കാൻ പറ. വന്നു കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് പേപ്പർ ഇടും. ആഹാ, എന്നിട്ടിപ്പോൾ എല്ലാവരും അവിടെയാണോ? മഴയാണെങ്കിൽ വരവൊന്നും നടക്കില്ലമ്മേ, ഞങ്ങൾ പിന്നെ പോയിക്കോളാം. അവളിവിടെ ഇരിപ്പുണ്ട്. ശരി ശരി. വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. അമ്മയും ഏട്ടത്തെയും പിള്ളേരും ഒക്കെ ചേർന്ന് ദേവകി വല്യമ്മയുടെ വീട്ടിലാണെന്ന്. അവരുടെ മകനും ഭാര്യയും ലണ്ടനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കാണാൻ വേണ്ടി പോയതാ. താനും അമ്മാളും വീട്ടിൽ ചെന്ന് അവിടേക്ക് വരണമെന്നായിരുന്നു അമ്മ വിഷ്ണുവിനെ വിളിച്ചു പറഞ്ഞത്. അമ്മാളുവിനോട് അപ്പോൾ തന്നെ അവൻ കാര്യം അവതരിപ്പിച്ചു. മഴയാണെങ്കിൽ വേറൊരു ദിവസം പോകാമെന്നായിരുന്നു അവളും പറഞ്ഞത്. ഒരു കട്ടൻ കാപ്പി കൂടി കിട്ടിയിരുന്നെങ്കിൽ അസലായനെ എന്ന് അമ്മാളു പറഞ്ഞു തുടങ്ങിയതും തട്ടുകടയിലെ ചേട്ടൻ കുടയും ചൂടി വന്ന് അവർക്ക് ഓരോ കാപ്പി കൊടുത്തു. ഇതിനൊക്കെ പകരമായിട്ട് വിഷ്ണുവിന് ഞാൻ എന്താ തരേണ്ടത്? അല്ല, എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു തന്നില്ലേ? ഇതിൽ കൂടി ഇനി എന്ത് വേണമല്ലേ? ഒരുമാതിരി ഓഞ്ഞ ഡയലോഗ് അടിച്ചിരിക്കാതെ വേഗം കാപ്പി കുടിക്കാൻ നടക്കടി. അവൻ ശബ്ദമുയർത്തിയതും അമ്മാളു കിടുങ്ങി വിറച്ചു. ഇതാണ് കുഴപ്പം, ഇത് തന്നെയാ കുഴപ്പം. കഴിഞ്ഞ ജന്മത്തിങ്ങൾ വല്ല ഓന്തുമായിരുന്നു. എത്ര പെട്ടെന്ന് നിറം മാറുന്നത്. അവൾക്ക് ദേഷ്യം വന്നു. സ്നേഹത്തോടുകൂടി വാങ്ങി തന്നായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴല്ല മനസ്സിലായത് വിഷ്ണുവേട്ടന് വിശന്നിട്ടാണെന്ന്. ചൂട് കാപ്പി ഊതി ഊതി കുടിച്ചുകൊണ്ട് പെണ്ണ് പിന്നീട് അനങ്ങാതെയിരുന്നു. അവളുടെ മുഖത്ത് വേയുന്ന ഓരോരോ ഭാവങ്ങളും അവൾ പോലും അറിയാതെ അവൻ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. അതവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അലയടി തീർത്തു. ഇടയ്ക്കൊക്കെ അവനെ നോക്കി മുഖം കൊട്ട പോലെ വീർപ്പിച്ച് കാണിക്കുന്നുണ്ട് അമ്മാളു. ഇതിപ്പോഴൊന്നും തോരുത് ലക്ഷണമില്ല, പോയേക്കാം. തന്നെ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വീടെത്താറായപ്പോഴായിരുന്നു അമ്മാളു തൻ്റെ അടുത്ത ആഗ്രഹം വിഷ്ണുവിനോട് പറഞ്ഞത്. അത് കേട്ടതും അവൻ തൻ്റെ ഇടത് കൈയെടുത്ത് അവളുടെ നേർക്കോങ്ങി. മഴയായതുകൊണ്ട് കുളിക്കാൻ ആശട്ടിക്ക് മടിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ മഴയത്ത് കുളിക്കണം. ഒന്നിനൊന്ന് ശക്തമായല്ലാതെ മഴയൊട്ട് തോർന്നതുമില്ല. അതുകൊണ്ട് വിഷ്ണു അമ്മാളുവിനെ എതിർത്തു. ബാത്റൂമിൽ പോയി കുളിച്ചാൽ മതി. ഈ പുതുമഴ നനഞ്ഞാൽ പിന്നെ വല്ല പനിയോ ജലദോഷമോ പിടിക്കും. പിന്നെ നിനക്ക് ഉത്സവത്തിന് പോലും പോകാൻ കഴിയില്ല. വിഷ്ണു വിലക്കിയതും അമ്മാളു അവനെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു. മെല്ലെ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് കാറ് കൊണ്ടുപോയി പോർച്ചിലേക്ക് കയറ്റിയിട്ട ശേഷം ഡോറ് തുറന്നിറങ്ങിയ വിഷ്ണു ഞെട്ടിപ്പോയി. മഴയിൽ കൈകൾ നീട്ടിപ്പിടിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരുത്തി. ഡി അവൻ അലറി വിളിച്ചതും തൻ്റെ തോളിൽ കിടന്ന ഷോൾ എടുത്ത് ഒരേറ് വെച്ച് കൊടുത്തുകൊണ്ട് അമ്മാളു ഓടി വന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. നനഞ്ഞൊട്ടിച്ചേർന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ അവൻ ഇമചിമ്മാതെ നോക്കി നിന്നു. അവളുടെ മുഖത്തും കവിളിലും അധരത്തിലുമൊക്കെ നിറയെ വെള്ളത്തുള്ളികൾ ഒഴുകി വരുന്നുണ്ട്. അതെല്ലാം തൻ്റെ അധരം കൊണ്ട് ഒപ്പിയെടുക്കാനാണ് അവന് തോന്നിയത്. വാ വിഷ്ണുവേട്ടാ, നമുക്ക് ഒന്നിച്ചു കുളിക്കാം. തൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ബഹളം കൂട്ടുന്നവളെ കണ്ടതും അവന് ദേഷ്യം വന്നു. മഴ നനയാതെ കയറി പോകുന്നുണ്ടോ അകത്തേക്ക്? ഇല്ല, കുറച്ച് കഴിയട്ടെ. ഇപ്പം ഇവിടെ ആരും ഇല്ലല്ലോ. വാ വിഷ്ണുവേട്ടാ. പറഞ്ഞു തീരും മുന്നേ അമ്മാളു വായുവിലൊന്ന് ഉയർന്നു പൊങ്ങി. ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവനെടുത്തുയർത്തിയതും പെണ്ണൊന്ന് പുളഞ്ഞു പോയി. അയ്യ വിഷ്ണുവേട്ടാ, ആരെങ്കിലും കാണും, വിടുന്നുണ്ടോ? കിടന്നു കുതിർന്നവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഏട്ടാ പ്ലീസ്, ഒന്ന് താഴെ നിർത്തുന്നുണ്ടോ? നല്ലോണം വെള്ളമുണ്ട്, നമ്മൾ രണ്ടാളും കൂടി വീഴും. നിലവിളിച്ചുകൊണ്ട് വായിൽ വന്നതെല്ലാം കൂവുന്നുണ്ടവൾ. പക്ഷെ അവളോടൊരു വാക്കുപോലും മറുപടി പറയാതെ വിഷ്ണു സ്റ്റെപ്പ് ഓരോന്നായി കയറി. അയ്യോ ഈ വിഷ്ണുവേട്ടൻ, ഇത് എന്തൊരു കഷ്ടമാണെന്നേ. തങ്ങളുടെ റൂം തുറന്ന് വിഷ്ണു അമ്മാളുവിനെയുമായിട്ട് അകത്തേക്ക് കയറി.
അപ്പോഴേക്കും അവൾ അവൻ്റെ ദേഹത്തുകൂടി ഊർന്ന് താഴേക്കിറങ്ങി. ആ മൃദുലതകൾ അവനെ തൊട്ട് തലയുടിയതും വിഷ്ണുവിൻ്റെ നെഞ്ചിലൊരു തരിപ്പായിരുന്നു. തന്നിൽ നിന്നും അടർന്നു മാറാൻ തുടങ്ങിയവളെ പിടിച്ച് അവൻ വീണ്ടും ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം അമ്മാളും മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി. അവൻ്റെ മുഖത്തെ ആ ഭാവം അവളോടുള്ള പ്രണയം തുളുമ്പി നിൽക്കുന്നതായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. അതുകൂടിയായപ്പോൾ അവൾ അവനെയും പിടിച്ച് ആഞ്ഞു പൊരുകി. ഐ ലവ് യു വിഷ്ണുവേട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവനോളം ഇഷ്ടം, എൻ്റെ പ്രാണനോളം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ഐ ലവ് യു സോ മച്ച്. കരഞ്ഞുകൊണ്ട് തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും അവന് സത്യത്തിൽ വാത്സല്യമാണ് തോന്നിയത്. മെല്ലെ അവളുടെ നനഞ്ഞ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് അവൻ അതേ നിൽപ്പ് തുടർന്നു. പതിയെ പതിയെ ഇരുമയും ചൂട് പിടിക്കുവാൻ തുടങ്ങി. അപ്പോഴായിരുന്നു താഴെ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. അയ്യോ വിഷ്ണുവേട്ടാ, ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല, മാർക്കി, അവരൊക്കെ വന്നെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് അവൾ വിഷ്ണുവിൻ്റെ അരികിൽ നിന്നും അകന്നു മാറി ഓടി ബാത്റൂമിൽ കയറി. വിഷ്ണുവേട്ടാ, മാറിയിടാനുള്ള എൻ്റെ വേഷം കൂടി എടുത്തു തന്നേക്കണേ പ്ലീസ്, ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. ചിരിയോടുകൂടി വിഷ്ണു അവളുടെ ഓട്ടവും പോക്കും എല്ലാം നോക്കി നിന്നു. എന്നിട്ട് അലമാര തുറന്ന് അവളുടെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു. വാഷ്റൂമിൽ കയറിയ ശേഷം കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി ഓർത്തുകൊണ്ട് അമ്മാളും നാണത്തോടെ നിന്നു. ഛേ, ആ ചെക്കനെ ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവോ? ഞാനാണോ ആദ്യം അങ്ങോട്ട് ഒട്ടിച്ചത്? അവൾ ഓർത്തു നോക്കി. അല്ലല്ലോ, വിഷ്ണുവേട്ടനല്ലേ എന്നെ എടുത്ത് തോളിലേക്കിട്ടത്. മര്യാദയ്ക്ക് ആ മഴയത്തൊന്ന് നനഞ്ഞതിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ഇനി മഴ നനഞ്ഞ് പനി പിടിക്കേണ്ടെന്ന് കരുതിയാവും അങ്ങനെ ചെയ്തത്. എന്നാലും താൻ എന്തിനാണോ ആ പഹയനെ കെട്ടിപ്പിടിച്ചത്? എല്ലാം കൂടി അങ്ങാരുടെ ദേഹത്തേക്ക് മുട്ടിച്ചു. ഛേ, നാണക്കേടായി. തൻ്റെ എല്ലാ വിലയും പോയല്ലോ ഏട്ടൻ്റെ മുന്നിൽ. അവനെ കണ്ടതും അമ്മാളുവിന് നാണം തോന്നി. മുഖമൊക്കെ കുനിച്ചു പിടിച്ച് നാണത്തോടെ വരുന്നവളെ കണ്ടതും വിഷ്ണുവിന് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോഴും നെറുകയിൽ സിന്ദൂരമിട്ടപ്പോഴും മുടിയഴിച്ച് തോർത്തിയപ്പോഴുമൊക്കെ അറിയാതെ പോലും അവളിൽ നിന്നും ഒരു നോട്ടം അവനെ തേടി വന്നില്ല. ഇങ്ങനെയൊരു പെണ്ണ് വേറെ എവിടെയും കിട്ടില്ല ഇതുപോലെ തന്നെ മനസ്സിലോർത്തുകൊണ്ട് അവൻ പതിയെ ചെന്ന് അമ്മാളുവിനെ പിടിച്ചു നിർത്തി. എന്നിട്ട് അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തി. ഡി, നീ എന്തെങ്കിലും കുനിഞ്ഞ് തറയിലേക്ക് നോക്കി നടക്കുന്നത്? അവിടെ നിനക്ക് കാണാനും മാത്രം ആരെങ്കിലും ഇരിപ്പുണ്ടോ? മറുപടിയൊന്നും പറയാതെ പെണ്ണ് നാലുപാട് നോക്കി. ചോദിച്ചത് കേട്ടില്ല അമ്മാളു? നിന്റെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? പെട്ടെന്ന് അവൻ്റെ ശബ്ദം കടുത്തതും അമ്മാളു ഒന്ന് ദയനീയമായി വിഷ്ണുവിനെ നോക്കി. ഷോ, ഒന്ന് പതുക്കെ പറ വിഷ്ണുവേട്ടാ, ആരെങ്കിലും കേൾക്കും. അവൾ വീണ്ടും മുഖം തിരിച്ച് ചുറ്റിനും നോക്കുന്നുണ്ട്. ഈ റൂമിൽ ആരെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടോ? നീ ഇങ്ങനെ നോക്കാനും മാത്രം. കുട്ടികളെങ്ങാനും കയറി വന്നോ എന്നാ നോക്കിയത്? കുട്ടികൾ ആരെങ്കിലും ഇവിടെ വന്നിരുന്നാൽ അവരെ നിനക്ക് കാണാൻ സാധിക്കില്ലേ? ശരി ശരി, ഞാൻ ചോദിച്ചുള്ള ഉത്തരം പറഞ്ഞേ. നീ എന്തിനാ ഇതിൻ്റെ മുഖം തിരിച്ച് നടക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നാണം വന്നിട്ടാ വിഷ്ണുവേട്ടാ. എന്തിനു നാണിക്കാൻ? നാണിക്കാൻ മാത്രം ഇപ്പം എവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചില്ലേ. ഇനി വിഷ്ണുവേട്ടനെങ്ങാനും എന്നെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും കരുതിയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഉടനെ നിന്നെപ്പറ്റി ഞാൻ എന്തിനാ അത്രയ്ക്ക് മോശമായി ചിന്തിക്കുന്നത്? നീ എൻ്റെ ഭാര്യയല്ലേ? അമ്മാളുവിനോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴായിരുന്നു ആരുവും മിച്ചുവും കൂടി കയറി വന്നത്. മാളൂട്ടി, ആരു ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അമ്മാളു വിഷ്ണുവിൻ്റെ അരികിൽ നിന്നും അകന്നു മാറി വാതിൽക്കലേക്ക് ഓടിച്ചെന്നു. അച്ഛമ്മ വിളിക്കുന്നുണ്ട്, താഴേക്കൊന്ന് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പോയിക്കോളാടാ, കുളിക്കുമായിരുന്നു, ഇപ്പോഴേ ഇറങ്ങിയത്. നിങ്ങൾ ലേറ്റായിട്ടാണോ കോളേജിൽ നിന്ന് എത്തിയത്? മിച്ചു ചോദിച്ചു. നല്ല മഴയല്ലായിരുന്നോ? 1 മണിക്കൂറോളം വണ്ടി വെറുതെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. റോഡൊന്നും കാണാൻ കൂടി വയ്യായിരുന്നു. തലമുടി കെട്ടഴിച്ച് തോർത്തി ഒന്നുകൂടി മുറുക്കി കെട്ടിവെച്ചുകൊണ്ട് അമ്മാള് പറഞ്ഞു. ഇന്ന് ഈ ട്യൂഷൻ വേണോ ചെറിയച്ച? നേരെ ഒരുപാടായില്ലേ? ആരു വിഷ്ണുവിനെ നോക്കി ചോദിച്ചു. ഹോംവർക്കൊക്കെ പോയിരുന്ന് ചെയ്യാൻ നോക്ക്, വെറുതെ സമയം കളയാൻ നിൽക്കേണ്ട. പഠിക്കാനുള്ളത് അന്നൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ എളുപ്പമാകില്ലേ? അവൻ പറഞ്ഞതും കുട്ടികൾ രണ്ടാളും തലയാട്ടി. ഋഷിക്കുട്ടൻ എന്തിയെ? അവനെ കണ്ടില്ലല്ലോ. അവൻ താഴെ ഇരിപ്പുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു, അതിരുന്ന് കഴിക്കുന്നുണ്ട്. എന്താടി മേടിച്ചത്? നോൺ ഐറ്റം വല്ലതുമാണോ? അമ്മാളും ആരുവിനെ ഒന്ന് നോക്കി. നെയ്യപ്പവും സമൂസയൊക്കെയാ, അത് കഴിക്കാൻ വേണ്ടി അച്ഛമ്മ വിളിച്ചത്. എന്നാൽ പിന്നെ ഞാൻ താഴേക്ക് പോവാം. വിഷ്ണുവേട്ടാ, എൻ്റെ ഹോംവർക്കൊക്കെ ഞാൻ രാത്രി കംപ്ലീറ്റ് ചെയ്തോളാമേ. അവൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ അമ്മാളു വാതിൽ കടന്ന് ഇറങ്ങിപ്പോയിരുന്നു. ആരുവും മിച്ചുവും കൂടി പഠിക്കാൻ വേണ്ടി ലൈബ്രറി റൂമിലേക്ക് കയറിപ്പോയി. അമ്മാളു താഴെ ചെന്നപ്പോൾ പ്രഭ ചായ എടുക്കുന്ന തിരക്കിലാണ്. അപ്പേ, ആ മോളെ, നിങ്ങൾ എപ്പോഴാണ് വന്നത്? നല്ല മഴയായിരുന്നല്ലേ ഇന്ന്? ഞങ്ങൾ വന്നിട്ട് അധിക നേരം ആയില്ലപ്പേ.
വിഷ്ണുവേട്ടനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പോലും മേലാതെ വഴിയിൽ നിർത്തിയിട്ടേക്കായിരുന്നു. ഒരു തരത്തിലാണ് ഇവിടെ ഒന്ന് എത്തിപ്പെട്ടത്. കാലം തെറ്റിയൊരു മഴയും. ചിങ്ങം പിറക്കാനായി ഇനി 2 നാൾ കൂടിയേ ഉള്ളൂ. ഇക്കുറി ഓണമൊക്കെ മഴ കൊണ്ടുപോവോ ആവോ. അടുത്തയാഴ്ച ഞങ്ങളുടെ ഓണ സെലിബ്രേഷനാണ് അപ്പേ. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് അടയ്ക്കും. ഇപ്രാവശ്യം ഓണം നേരത്തെയാണല്ലേ? അതെ മോളെ. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഉത്സവത്തിന് പോകുന്ന കാര്യമൊക്കെ എന്ത് തീരുമാനിച്ചു നിങ്ങൾ രണ്ടാളും? വിഷ്ണുവേട്ടൻ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പേ. ആരും മിച്ചും ഋഷിക്കോട്ടനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി വെള്ളിയാഴ്ച വൈകുന്നേരം പോയാലോ എന്നാണ് ഓർക്കുന്നത്. അവർക്കും വരണമെന്ന് വലിയ ആഗ്രഹമാണ്. പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്കൂളില്ലാത്തത് കൊണ്ട് കുട്ടികൾ വരുന്നെങ്കിൽ വരട്ടെ. അമ്മാളുവിന് ഒരു പ്ലേറ്റിലേക്ക് നെയ്യപ്പവും സമോസയും വെജിറ്റബിൾ കട്ട്ലറ്റും ഒക്കെ എടുത്തു വെച്ച് ചായയും കൂട്ടി പ്രഭ കൊടുത്തു. മീരേട്ടത്തി എവിടെ? കണ്ടില്ലല്ലോ. മീര കുളിക്കാൻ കയറിയതാ മോളെ. കുളി കഴിഞ്ഞിറങ്ങേണ്ട നേരം കഴിഞ്ഞു. ചിലപ്പോൾ പൂജാമുറിയിലാവും. അപ്പ ചായ കുടിച്ചോ? വല്യടമയുടെ വീട്ടിൽ നിന്ന് ചായയും പലഹാരങ്ങളും ഒക്കെ കഴിച്ചിരുന്നു. ഒരു ഗ്ലാസ് കൂടി എടുക്ക്, എന്നിട്ട് എനിക്കൊരു കമ്പനി താപ്പേ. യോ മതി മോളെ, ഇനി ഒന്നും വേണ്ട, നീ കഴിക്ക. എന്നിട്ട് പോയിരുന്ന് വായിച്ചു പഠിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ വിഷ്ണു വഴക്ക് പറയും. ഇന്ന് ട്യൂഷൻ്റെ എന്നാ വിഷ്ണുവേട്ടൻ പറഞ്ഞത്. ഹോംവർക്ക് ചെയ്ത് തീർത്താൽ മതി. എനിക്ക് ഒരുപാടൊന്നുമില്ല, ഞാൻ രാത്രി ഇന്ന് പഠിച്ചോളാം അപ്പേ. അമ്മാൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മീര കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു. ഏട്ടത്തി വാ, ചായ കുടിക്കാം. അമ്മാളു സ്റ്റീൽ കപ്പിൽ ബാക്കിയിരുന്ന ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് മീരയ്ക്ക് കൊടുത്തു. സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു മോളെ. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞാ വന്നത്. പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോഴേക്കും ഏട്ടത്തിക്ക് അപ്പയ്ക്കൊക്കെ ഇത്രമാത്രം വയറ് നിറഞ്ഞോ? അതെന്താ കാലാണ്? ഒട്ടകത്തിൻ്റെ മറ്റോ ആണോ? അവളുടെ പറച്ചിൽ കേട്ടതും മീര ചിരിച്ചു. എൻ്റെ അമ്മേ, ഈ കുട്ടിയുടെ ഒരു കാര്യം എന്തൊക്കെയാ പറയുന്നത്? അപ്പയുടെ ഒരു കമ്പനിക്ക് വേണ്ടി ചായ കുടിക്കാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പയ്ക്ക് വയറ് നിറഞ്ഞിരിക്കുക. മീരേട്ടത്തിയുടെ അവസ്ഥയും മറിച്ചല്ലോ. അതുകൊണ്ടായിരിക്കും സംശയം തോന്നിയത്. വിഷ്ണു പിന്നിൽ നിന്നതൊന്നും അമ്മാളും അറിഞ്ഞിരുന്നില്ല. അവൾ പിന്നെയും കലവിലാന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭ ചായ എടുത്ത് അവന് കൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് പോലും അമ്മാളു കണ്ടത്. മുറ്റത്തൊരു കാർ വന്നു നിന്നപ്പോൾ അച്ഛനും ഏട്ടനും എത്തിയെന്ന് അമ്മാളുവിന് മനസ്സിലായി. വേണിയും ഒപ്പം കാണും. ആ പിശാചിന്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ അമ്മാളുവിന് ദേഷ്യം വന്നു. വാതിലും കടന്ന് അവളൊന്ന് എത്തി വലിഞ്ഞ് വെളിയിലേക്ക് നോക്കി. എന്നിട്ട് പല്ല് കടിച്ചു പിടിച്ച് എന്തൊക്കെയോ പിറുപിറുത്തു. മുഖം തിരിച്ചു നോക്കിയതും വിഷ്ണുവിൻ്റെ മിഴികളിലായിരുന്നു. അവളോട് ഇന്നലത്തെ പോലെ വലിയ ഡയലോഗ് എങ്ങാനും പറഞ്ഞുകൊണ്ട് നിന്നോ? നിങ്ങൾ വിവരം അറിയിക്കാട്ടല്ലോ. വിഷ്ണുവിന് കേൾക്കാൻ പാകത്തിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം അമ്മാളും എഴുന്നേറ്റ് അവർ ഇരുവരും കുടിച്ചിരുന്ന ഗ്ലാസ് കഴുകി വെക്കാനായി കൊണ്ടുപോയി. കുട്ടികളുമായി വേണി എന്തോ ഉറക്ക സംസാരിക്കുന്നതൊക്കെ അമ്മാളും അടുക്കളയിൽ നിന്ന് കേട്ടു. ആരു ഹോംവർക്ക് ഒക്കെ ചെയ്ത് തീർത്തോ? എന്നിട്ടാണോ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത്? ഊചലിച്ച കഴിഞ്ഞു. രണ്ടാളും ഒരുമിച്ച് മറുപടി പറഞ്ഞു. വിഷ്ണുവിനോട് മുട്ടിയുരുമി മിണ്ടാൻ വേണ്ടി വേണി പലപ്പോഴും ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായിരുന്നു. അവൾ കുറച്ച് ഓവറാകുന്നുണ്ടെന്ന് അവന് തോന്നി. വിഷ്ണുവേട്ടാ, നാളെ ഈവനിങ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണി വിഷ്ണുവിനെ നോക്കി ചോദിച്ചു. എന്താടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വിഷ്ണുവേട്ട ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് ടൗണിൽ കൊണ്ടുപോകോ? ടൗണിലല്ലേ അതിന് വേണിയുടെ ഹോസ്പിറ്റൽ. ഇനി പ്രത്യേകിച്ച് എവിടെ കൊണ്ടുപോകാനാ? അമ്മാളും അത് ചോദിച്ചതും വേണിയുടെ മുഖം ഇരുണ്ടു. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അമ്മാളു അനിഷ്ടത്തോടുകൂടി വേണി അത് പറഞ്ഞപ്പോൾ ശരിക്കും അമ്മാളുവിന് അടി കിട്ടിയതുപോലെ ആയിപ്പോയി. അവളുടെ മുഖം കുനിഞ്ഞുപോയി. നാളെ വൈകുന്നേരം എനിക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണം. ഓണം വെക്കേഷൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിനു മുന്നേ 1-2 പോർഷൻ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ വേണി വേറെ എന്തെങ്കിലും വഴി നോക്കുക കേട്ടോ. വിഷ്ണു അത് പറയുകയും അമ്മാളുവിൻ്റെ മനസ്സിൽ പൂത്തിരി കത്തി. ഇഷ്ടപ്പെട്ട എനിക്ക് ആ ഡയലോഗ്. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് വിഷ്ണുട്ടാ. പക്ഷേ വേണ്ട, എനിക്ക് ആക്രാന്തമാണ് നേട്ടം കരുതും. മനസ്സാൽ പറഞ്ഞുകൊണ്ട് അമ്മാളു കഴിച്ച പാത്രവുമായി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. സിദ്ധേട്ടനോടും അച്ഛനോടും ചോദിച്ചപ്പോൾ അവർക്കും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എല്ലാം കൂടി കേട്ടപ്പോൾ അമ്മാളുവിന് സന്തോഷം തോന്നി. അവളുടെ ജാട കുറച്ച് ഒതുങ്ങട്ടെ, അല്ല പിന്നെ. പ്ലേറ്റ് കഴുകി കമഴ്ത്തി വെച്ച ശേഷം അമ്മാള് തിരിഞ്ഞപ്പോൾ വേണി കഴിച്ച പാത്രവും എടുത്തുകൊണ്ട് വന്നത് ആരുമായിരുന്നു. ഇതെന്തായാലും പുതിയ ഏർപ്പാടൊക്കെ. കഴിച്ച പ്ലേറ്റ് പോലും എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കാൻ പറ്റില്ലല്ലേ വേണിക്ക്? രവിയങ്ങൾ ഫോൺ വിളിച്ചു. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയതാ. സോ എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഒരു തവണ ഹെൽപ്പ് ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി കേട്ടല്ലോ. അവൾ പറഞ്ഞതും ആരു തലയാട്ടി. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ടായിരുന്നു മീരയും അടുക്കളയിലേക്ക് വന്നത്. അമ്മാളുവിൻ്റെ വാക്കുകൾ മീരയും ശരിവെച്ചു. സത്യത്തിൽ മീരയ്ക്കും വേണിയെ അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മകളാണെന്നുള്ള പരിഗണന വെച്ച് ഒന്നും മിണ്ടുന്നില്ലെന്ന് മാത്രം.
അമ്മയും ഏട്ടത്തെയും സഹായിച്ച ശേഷം അമ്മാളു തിരികെ ഹാളിലെത്തിയപ്പോൾ വിഷ്ണുവിനെ അവിടെയെങ്ങും കണ്ടില്ല. അവൾ ഉമ്മറത്തേക്കൊന്ന് ചെന്ന് എത്തി നോക്കി. അവൻ മുകളിലേക്ക് കയറിപ്പോയി മോളെ. സിദ്ധുവേട്ടൻ പറഞ്ഞതും അമ്മാളു ഒരു ചിരിയൊക്കെ ചിരിച്ച് സ്റ്റെപ്സ് കയറി മുറിയിലേക്ക് പോയി. വിഷ്ണുവേട്ടാ, അവൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നൊരു പെട മേടിക്കാതെ നോക്കിക്കോളാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ രവിയങ്ങളുടെ പുന്നാര മോളോട്. കട്ടക്കലിപ്പിൽ അമ്മാളു വന്ന് ബെഡിലേക്കിരുന്നു. എന്നിട്ട് വിഷ്ണുവിനെ തുറച്ചു നോക്കി. അവനാണെങ്കിൽ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ നിന്ന് എന്തോ ബുക്ക് വായിക്കുകയാണ്. ഞാൻ പറയുന്ന വല്ല വിഷ്ണുവിൻ്റെ കേൾക്കുന്നുണ്ടോ? അമ്മാള് കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചു. വിഷ്ണു മുഖമുയർത്താനേ പോയില്ല. മനുഷ്യ, നിങ്ങളെയല്ലേ ഞാൻ ഈ വിളിക്കുന്നത്? അവൾക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. നിനക്കപ്പം എന്താ വേണ്ടത്? അവൻ പുസ്തകം മടക്കി വെച്ചിട്ട് അമ്മാളുവിനെ നോക്കി. എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം, പെറ്റ് വളർത്താൻ വേണ്ടി. നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അവളുടെ ചോദ്യം കേട്ടതും വിഷ്ണു വാ പൊളിച്ചിരുന്നു പോയി. എന്താ തരാൻ പറ്റുമോ ഇപ്പോൾ? അമ്മാളു ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. ഇപ്പോൾ നിന്റെ കയ്യിലോട്ടൊരു കൊച്ചിനെ തരാൻ എനിക്ക് മാജിക്കൊന്നും വശമില്ല. പിന്നെ ഇപ്പം നീയൊന്നും മനസ്സ് വയ്ക്കുകയാണെങ്കിൽ 10 മാസം കഴിഞ്ഞ് നിന്റെ കയ്യിലോട്ട് തരാം. എന്തേ, അത് മതിയോ? അപ്പോൾ പെറ്റി വളർത്തിയാൽ മതിയോടി. വിഷ്ണു എഴുന്നേറ്റ് അരികിലേക്ക് വന്ന് പറഞ്ഞതും അമ്മാളുവിനെ വിറച്ചുപോയി. മുണ്ടൊക്കെ മടക്കി കുത്തി അവൻ വന്ന് ബെഡിലേക്ക് കിടന്നു. ഒപ്പം തന്നെ അവളെയും പിടിച്ച് തൻ്റെ കൂടെ കിടത്തി.